അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതും മറക്കാമെങ്കിൽ പോലും ഒരിക്കൽ പോലും പ്രായപൂർത്തിയായതിനു ശേഷം ഇനി അടുത്തൊരു മണിക്കൂറിലാകാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കാനോ മറക്കാനോ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തൗബ എന്നുള്ളത്. തൗബ എന്ന് പറഞ്ഞാൽ മടങ്ങുക, ചെയ്തു പോയ തെറ്റിൻ്റെ അബദ്ധ സഞ്ചാരങ്ങളിൽ നിന്ന് സുബദ്ധങ്ങളിലേക്കുള്ള മടക്കം. മറ്റൊന്ന്, ഉണ്ടായിത്തീർന്ന അപജയങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന നൊമ്പരം, ഖേദം എന്നൊക്കെ പറയാം. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തി നേടുക എന്ന് സാങ്കേതികമായി പറയുക. അള്ളാഹുവിൻ്റെ തൃപ്തി നേടുകയാണ് അതിൽ വഴി ചെയ്യുന്നത്. മരണം നമുക്കറിയാലോ, സുഅൽ മീത്തത്തു അല്ലെങ്കിൽ സുഅൽ ആഖിബത്തു, അന്ത്യം വളരെ മോശമാകുന്ന പരിണിതി. എത്രയെന്ന് ചോദിച്ചാൽ ഒരു വേള ഒരു തൗബയ്ക്ക് പോലും സാവകാശം കിട്ടാതെ പെടുന്നനെ മരിച്ചു പോകുന്ന ആളുകൾ. അവനവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യശ്രാവ്യ മീഡിയ ഒന്ന് ഓഫാക്കി വെക്കാനോ കയ്യിലുള്ള മൊബൈൽ ഫോണൊന്ന് ആ മേഖലയിൽ നിന്ന് മാറ്റിവെക്കാനോ പോലും കഴിയാതെ കയ്യിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണോ അതും പിടിച്ചിരിക്കുന്ന മയ്യത്തുകളെ വിറങ്ങലിച്ച രൂപത്തിൽ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കാതാകുമ്പോൾ വാതിൽ മുട്ടിപ്പൊളിച്ച് അല്ലെങ്കിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അത്തരം ആളുകളെയായിരിക്കും. അള്ളാഹു നമ്മെ അത്തരം സുഅൽ ഖവാത്തിമിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ഈമാനും ഇഖ്ലാസും തഖ്വയുമുള്ള മരണം നൽകി അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതല്ലാത്ത പക്ഷം അതൊരു നഷ്ടവും ഖേദവുമായി തീരും. അതുകൊണ്ട് തന്നെ ഇനി വൈകിക്കുക എന്നുള്ളത്, തൗബ ചെയ്യുക എന്നുള്ളതിനെ വൈകിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അലംഭാവം തന്നെയായിട്ട് മാറാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആ ആയത്തിനെ വിശദീകരിച്ച് നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ തൗബ എങ്ങനെയായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ സൂറത്തു തഹരീമിലെ 8-ാമത്തെ ആയത്തിലൂടെ വിശ്വാസികളോട് പറയുന്നത്. മനുഷ്യരോടല്ല, വിശ്വാസികളോട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, തൂബൂ ഇലല്ലാഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. തൗബത്തൻ നസൂഹ, നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗബ. ആ തൗബയുടെ ഷർത്തുകൾ എന്തൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് ശേഷം നമുക്ക് വിശദീകരിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരിൽ ഒരു വേളയല്ല 1000 വട്ടം പോലും അള്ളാഹുവിനോട് പറയേണ്ടി വന്നാൽ ഒരു മടിയും കൂടാതെ റബ്ബിനോട് മറയില്ലാതെ നേർക്കുനേരെ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളുണ്ട്. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഒറ്റപ്പെടുമ്പോൾ, ആരും കൂട്ടത്തിൽ ഇല്ലാതെയാകുമ്പോഴൊക്കെ റബ്ബ് മാത്രം തനിച്ചുണ്ട് എന്ന ഒരു മാനസികമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുമ്പോൾ റബ്ബിനോട് പറയേണ്ടതിൽ ഏറ്റവും പരമപ്രധാനമായ സ്ഥാനത്ത് നിൽക്കേണ്ടത് തൗബയാണ്. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി, അവയൊക്കെയും അവസാനിപ്പിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നവനാണ്. അല്ലാഹുവേ, അതൊക്കെ പുറത്തു മാപ്പാക്കണേ എന്ന് പറയാൻ ഞാനും നിങ്ങളുമൊക്കെ തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി മറച്ചുവെച്ച് ഇരുലോകത്തും അവ നമുക്ക് അനുഗ്രഹമാകുന്ന രൂപത്തിലായി തീരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തെറ്റുകൾക്കും തിന്മകൾക്കും പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ബേജാറും വെപ്രാളവും വേദനയും നിറഞ്ഞ അവസ്ഥയിൽ നിന്നും മാറി
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാർന്ന ഈമാനികമായ കലിമ ചൊല്ലി പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.